അലീന തിരിച്ചു വന്നാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലെന്നും ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും വൈജ രാജീവിനോടും മുത്തശ്ശിയോടും പറയുന്നു. പിന്നീട് രേവതിക്കുട്ടി അലീനയോട് സംസാരിക്കാനായി ബാലചന്ദ്രനെ മുത്തശ്ശിനെ മാറി മാറി വിളിച്ചെങ്കിലും കിട്ടാതെ വരുന്നതോടെ നിരാശയാവുന്നു. തുടർന്ന് മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടീനെയും കൊണ്ട് ഹയർ സ്റ്റഡീസിനുള്ള അഡ്മിഷൻ എടുക്കാനായി പോകുന്നു. ശേഷം കോളേജിലെത്തി അവിടുത്തെ പ്രിൻസിപ്പാൾ രേവതിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകൾ കാണുകയും രേവതിക്കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാൻ തയ്യാറാണെന്നും രേവതിക്കുട്ടീനെ തുടർന്ന് പഠിപ്പിക്കാൻ കാണിച്ച മനസ്സിന് ഗ്രേസമ്മേനെ മാമച്ചനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പിന്നീട് ബാലചന്ദ്രനൊപ്പം അലീന തിരികെ എത്തിയ വിവരം ബബിതയിൽ നിന്നും അറിയുന്ന വൈജ ഞെട്ടിപ്പോകുന്നു. തുടർന്ന് അലീനയെ ഇറക്കിവിടാനൊരുങ്ങുന്ന വൈജയനെ ബബിത തടയുന്നു. ശേഷം അകത്തെത്തുന്ന ബാലചന്ദ്രൻ ഇനി മുതൽ നല്ല മനസ്സോടെ ഒരു മകളെപ്പോലെ അലീനയെ സ്നേഹിച്ചാൽ നിനക്ക് കൊള്ളാമെന്നും ഇല്ലെങ്കിൽ നിന്റെ ജീവിതം മഹാദുരിതമായിരിക്കുമെന്നും വൈജയോട് പറയുന്നു. തുടർന്ന് ഈ വീട്ടിൽ ഞാൻ വേണമോ അവൾ വേണമോ എന്ന് ഞാൻ എൻ്റെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്ന വൈജയ്ക്ക് കൃഷ്ണമോൾ കണക്കിന് കൊടുക്കുന്നു. പിന്നീട് അലീനയെ കൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലെത്തുന്ന ബാലചന്ദ്രൻ മുത്തശ്ശിക്ക് കണക്കിന് കൊടുക്കുകയും മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ അമ്മയ്ക്കും മകൾക്കും കൊള്ളാമെന്നും ഇല്ലെങ്കിൽ രണ്ടുപേരും കൊല്ലപ്പള്ളിയിൽ പോയി കിടക്കേണ്ടി വരുമെന്നും പറയുന്നു. തുടർന്ന് ഇവൾ ഇവിടുത്തെ വേലക്കാരിയല്ലെന്നും ബാലചന്ദ്രൻ്റെ മകളാണെന്നും ഞാൻ ഇവളെ ദത്തെടുത്തു എന്നും ബാലചന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നു. ശേഷം ഹാളിലെത്തുന്ന ബാലചന്ദ്രൻ അലീനയെ പുറത്താക്കിയതിന് ബബിതയ്ക്കും രോഹിത്തിനും കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.